ഹായ് ക്രിയേറ്റീവ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. 2026 നിങ്ങൾക്ക് യൂട്യൂബിൽ സക്സസ് ആകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം 2025 വലിയൊരു മാറ്റമാണ് ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ക്രിയേറ്റേഴ്സിൽ മിക്ക ആളുകളും ഇപ്പോഴും ഇത് ശ്രദ്ധിക്കുന്നില്ല. പലരും പഴയ അൽഗോരിതം പ്രകാരം വീഡിയോ റീച്ച് ആകുമെന്ന് കരുതിയിട്ട് ആ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒട്ടുമിക്ക ആളുകളും പറയുന്നതാണ് അവർക്ക് വ്യൂസ് വരുന്നില്ല, സബ് കൂടുന്നില്ല, ചാനൽ റീച്ച് ആകുന്നില്ല, മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതൊക്കെ എല്ലാം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കൊണ്ടുവരുന്നത് ഇനി മുതൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് കൗണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഇതിനു മുന്നേ എത്ര വ്യൂസ് കിട്ടി എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് തംബ്നെയിലിനെ കുറിച്ചാണ്, ടൈറ്റിലിനെ കുറിച്ചാണ്. പക്ഷേ എല്ലാവരും, നിങ്ങളൊക്കെ യൂട്യൂബിൽ ഓൾറെഡി തംബ്നെയിൽ കൊടുക്കുന്നുണ്ടായിരിക്കും, ടൈറ്റിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ച് 2025 ഇത് രണ്ടിലും വന്നിട്ടുള്ള വലിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അതായത് 3 ടൈറ്റിൽ കൊടുക്കാം, 3 തംബ്നെയിൽ കൊടുക്കാം. എന്തിനാണ് ഇങ്ങനൊരു ഓപ്ഷൻ? നല്ല രീതിയിൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഈ തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്ക് എന്തിനാണ് 3 ഓപ്ഷൻ യൂട്യൂബ് നൽകിയിട്ടുള്ളത്? ഇതൊരു കൺഫ്യൂഷൻ അല്ലേ? ശരിക്കും നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നതല്ലേ? അപ്പൊ ആ ഒരു മാറ്റം അത് പലരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എങ്ങനെയാണോ ചെയ്തു വരുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും ചെയ്തു വരുന്നത്. ഞാനിത് പറയാൻ കാരണം, ന്യൂ യൂട്യൂബേഴ്സ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ബിഗ് മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ന്യൂ യൂട്യൂബേഴ്സിൽ തംബ്നെയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തംബ്നെയിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തംബ്നെയിൽ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കുന്നില്ല എന്നുള്ളതല്ല, അവർ വീഡിയോക്ക് വേണ്ടി നല്ല സമയം ചെലവഴിച്ചിട്ടുണ്ടായിരിക്കും, എഡിറ്റ് ചെയ്യാനൊക്കെ സമയം ചെലവഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ തംബ്നെയിൽ ടൈറ്റിലും എന്നുള്ളത് വളരെ ഫാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് വീഡിയോ പബ്ലിക് ആക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തംബ്നെയിൽ ശ്രദ്ധിക്കുന്നില്ല, ടൈറ്റിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് ഇപ്പുറത്തുള്ളപ്പോൾ യൂട്യൂബ് അവിടെ എന്താണ് ചെയ്യുന്നത്? 3 തരത്തിൽ തംബ്നെയിൽ കൊടുക്കാനും 3 ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷനും 2025 യൂട്യൂബ് നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് നോക്കുക, 3 ഓപ്ഷൻ യൂട്യൂബ് അവിടെ നൽകിയിട്ടുണ്ട്. 1 കൊടുക്കണ ഒരാൾക്ക് 1 മതിയായിരുന്നു. പക്ഷെ യൂട്യൂബ് 3 ഓപ്ഷൻ നൽകി. ഈ സമയത്ത് നമ്മൾ ന്യൂ യൂട്യൂബേഴ്സ് എന്താ ചെയ്യുന്നത്? ന്യൂ യൂട്യൂബേഴ്സ് മാത്രമല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഇപ്പോഴും എന്താ ചെയ്യുന്നത്? അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യൂസ് വരുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്, അതായത് നമ്മളൊരു തംബ്നെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല വീഡിയോ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ ആ ഒരു തംബ്നെയിൽ നിങ്ങളുടെ ക്രിയേറ്റർ അട്രാക്റ്റീവ് ആക്കണമെന്നില്ല, അവർക്കത് ക്ലിക്ക് ചെയ്യാൻ തോന്നണമെന്നില്ല. അപ്പൊ അതിനെന്താണ് ഓപ്ഷൻ? നിങ്ങൾ രണ്ടാമതൊരു തംബ്നെയിൽ അതിന്റെ വേറെ രീതിയിൽ കൊടുക്കൂ, 2 നിർത്തിയോ? ഇല്ല, 3-മതും കൊടുക്കൂ. എന്നിട്ട് അതിൽ ഏറ്റവും ക്ലിക്ക് വരുന്നത് ഏതാണെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാന്നുള്ളത്. അപ്പൊ എന്തിനാണ് യൂട്യൂബ് ഇത്രയധികം ഓപ്ഷൻ നൽകുന്നത്? ക്ലിക്ക് വന്നാൽ മാത്രമേ വീഡിയോന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് വ്യൂവർക്ക് അറിയാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ എത്ര നല്ല വീഡിയോ ചെയ്തിട്ടും കാര്യമില്ല, കാരണം അതിൽ ക്ലിക്ക് വരണം. ക്ലിക്ക് വന്നാലേ വ്യൂവർക്ക് ഇത് നല്ല വീഡിയോ ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ യൂട്യൂബ് ആ ഒരു രീതിയിൽ ഇതിന്റെ അൽഗോരിതം ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നിലവിൽ എത്ര ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ പോയി, ഇംപ്രഷൻ പോയി, അവരിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തു എന്നുള്ളത്. അപ്പൊ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യൂസ് വരണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ അത്രയും നല്ല ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്താലും ഒരു പക്ഷേ നിങ്ങളുടെ വ്യൂവേഴ്സിന് അത് ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, നിങ്ങൾ 3 രീതിയിൽ ചെയ്യൂ എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് നമ്മൾ യാതൊരു പ്രിപ്പറേഷനും പ്ലാനിങ്ങും ഇല്ലാതെ നമുക്ക് തോന്നിയ രീതിയിൽ തംബ്നെയിൽ സെറ്റ് ചെയ്ത് വെച്ച് വീഡിയോ പബ്ലിക് ആക്കുന്നു. ആ വീഡിയോ കുറച്ച് ആളുകളിലേക്ക് ചെല്ലുന്നു, ക്ലിക്ക് വരുന്നില്ല, വീഡിയോ അവിടെ ഡൗൺ ആകുന്നു, പിന്നീട് ആരിലേക്കും റീച്ച് ആവുന്നില്ല. ഇത് തന്നെയാണ് എല്ലാ വീഡിയോക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് നമ്മുടെ ചാനലിൽ ആക്ച്വലി സംഭവിച്ചത്? എന്താണ്? യൂട്യൂബിൽ വന്ന മാറ്റം അത്രയും ഇമ്പോർട്ടൻ്റ് ആക്കി. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഒരു തംബ്നെയിൽ കൊടുത്താൽ വീഡിയോ റീച്ച് ആകില്ല എന്നുള്ളതല്ല, പക്ഷെ എത്ര അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരു തംബ്നെയിലും ടൈറ്റിലും എന്നുള്ളതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. പലർക്കും ഇപ്പോഴും പരാതി പറയാറുണ്ട്, ഞങ്ങൾക്ക് അതിന് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണം എന്നറിയില്ല എന്നുള്ളത്. അത്
ആ ഒരു പരാതിയാണ് നിങ്ങൾക്കെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തംബ്നെയിലിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ നിങ്ങളുടെ സ്കില്ല് അതെങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതൊക്കെ നമ്മളതിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തൊരു എക്സ്പീരിയൻസ് ആവേണ്ടതുണ്ട്. നിങ്ങൾക്ക് നല്ല ഒബ്സർവേഷൻ വേണം. മറ്റുള്ള തംബ്നെയിലുകൾ നിങ്ങൾ എന്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു, അതിൽ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കളർ പാറ്റേൺ എന്താണ്, അതിൽ അവർ ഉപയോഗിച്ച ഫോണ്ട് അത് എങ്ങനെ, അപ്പോൾ അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇതിന് നമ്മുടെ തംബ്നെയിലിൽ യൂസ് ചെയ്യാൻ. അപ്പോൾ അത് നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ പ്രാധാന്യം അറിയിക്കാനാണ് ഞാൻ യൂട്യൂബ് 3 ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 3 ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ പോലും 3 ഓപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് സമയമില്ല, 3 ഒന്ന് തന്നെ മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒന്നിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൊടുത്താലാണ് ക്ലിക്ക് വരിക. ക്ലിക്ക് വന്നാലാണ് CTR, നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീഡിയോയിലേക്ക് ആളുകൾ വരും. അപ്പോൾ പിന്നെ നിങ്ങൾ നല്ല വീഡിയോ ആകുമ്പോൾ അതിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വരുമ്പോൾ ഇത് റീച്ച് ആവും. ഇങ്ങനെ ഇതിൻ്റെ ഒരു അൽഗോരിതം മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് കൗണ്ടും, നിങ്ങൾ ഒരുപാട് റീച്ചുള്ള ചാനലാണ് പെട്ടെന്ന് ഡെഡായി എന്ന് പറയുമ്പോൾ മെയിൻ റീസൺ ഇതായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ പലരും ന്യൂ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് എന്നുള്ളത് ഒരുപാട് ആർട്ടിക്കിളിൽ കോമൺ ആയിട്ട് ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. 2026 കൂടുതൽ ആളുകൾ പരാജയപ്പെടാനുള്ള സാധ്യതയും എന്നുള്ളതിലും ഫസ്റ്റ് ഇത് തന്നെയാണ് യൂട്യൂബിൻ്റെ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക, ടൈറ്റിലും തംബ്നെയിലും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.